അമ്മ സംഘടനയിലെ കൂട്ടരാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി WCC അംഗവും നടിയുമായ പാർവതി തിരുവോത്ത്, അമ്മയുടെ തലപ്പത്ത് മുമ്പ് ഉണ്ടായിരുന്നവർ തന്നെ വരട്ടെ, പുതുതായി ആര് വന്നാലും പഴയ ആൾക്കാർ തന്നെ വന്നാലും അവർ എന്താണ് ചെയ്യുന്നത് എന്നത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അമ്മ തിരിച്ചു വരാൻ പാടില്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും പറഞ്ഞിട്ടുമില്ല. ഒരു സംഘടന ഉണ്ടാവണം, എത്ര കാലം എടുത്ത് ഉണ്ടാക്കിയ സംഘടനയാണ്. അതിന് നല്ലൊരു നേതൃത്വം വരികയാണെങ്കിൽ കൊള്ളാം. എന്നാൽ ഒരു കാര്യമുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരെയും പേടിപ്പിക്കാനോ വലിച്ചു താഴെയിടാനോ വേണ്ടിയല്ല ഒന്നും ചെയ്യുന്നത്. ന്യായവും തുല്യവുമായ ജോലിസ്ഥലം എല്ലാവർക്കും ലഭിക്കണം എന്നതിന് വേണ്ടിയാണ് എന്നാണ് പാർവതി പറഞ്ഞത്. എന്നാൽ കേരള പിറവിയോടനുബന്ധിച്ച് അമ്മ ജനറൽ മീറ്റിംഗ് നടന്നിരുന്നു. നിവിൻ പോളി അടക്കം പങ്കെടുത്ത മീറ്റിംഗിൽ വിശിഷ്ട അതിഥിയായി കേന്ദ്രമന്ത്രിയുമായ നടൻ സുരേഷ് ഗോപി എത്തിയിരുന്നു. ചടങ്ങിൽ സംസാരിക്കവേ സുരേഷ് ഗോപി അമ്മയുടെ ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. അമ്മയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു അന്ന് മീറ്റിംഗ്. മോഹൻലാലുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്നും പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ചർച്ചകൾക്കും തുടക്കം കുറിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും എന്നാണ് സുരേഷ് ഗോപി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം മോഹൻലാൽ ആയിരിക്കുമോ അടുത്ത പ്രസിഡന്റ് എന്നത് അടക്കമുള്ള ചോദ്യങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. എന്നാൽ തൻ്റെ നിലപാട് ധർമ്മജൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. പഴയ കമ്മിറ്റി തന്നെ തിരിച്ചു വരുന്നതാണ് നല്ലതെന്നായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടി പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മിറ്റിയാണ് അത്. അതിനാൽ അവർ തന്നെ തിരിച്ചു വന്നാൽ മതി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ച് പൈസ ചെലവുള്ള കാര്യമാണ്. രാജിവെച്ച കമ്മിറ്റി എന്ന് പറയുന്നത് കഴിവുള്ള ആളുകൾ നിറഞ്ഞ കമ്മിറ്റിയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ചിലർക്കെതിരെ ആരോപണം ഉയർന്നു, അവർ ആരോപണ വിധേയർ മാത്രമാണ്. കോടതിയാണ് വിധി കൽപ്പിക്കേണ്ടത്. കോടതി അവരെ ശിക്ഷിച്ചിട്ടുമില്ല. രാജിവെച്ചവർക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യം അതിൻ്റെ നിയമ സംവിധാനം അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ അതിനുവേണ്ടി പുതിയ ജനറൽ ബോഡി കൂടേണ്ടി വരും. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വരണം. ഒരു പ്രശ്നം വന്നാൽ വിളിച്ചാൽ കിട്ടുന്ന ആളായിരിക്കണം. ഇടവേള ബാബു അങ്ങനെ ഒരാളായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ കമ്മിറ്റിയിലേക്ക് വരണം. എൻ്റെ ആഗ്രഹം ഫുൾ കമ്മിറ്റി പഴയതുപോലെ തിരികെ ചുമതലയേൽക്കണം എന്നാണെന്നും ധർമ്മജൻ ബോൾഗാട്ടി കൂട്ടിച്ചേർത്തു.